രാത്രിയായപ്പോൾ മാഹിദേവ്രാൻ സുൽത്താൻ സുലൈമാൻ്റെ അടുത്ത് പോകാനായി തയ്യാറാവുകയായിരുന്നു. അവരുടെ പ്രധാന സഹായിയായ ഗുൽഷ അങ്ങോട്ട് കയറി വരുന്നു. "ഗുൽഷ, നീ എവിടെ പോയിരുന്നു? എനിക്കിന്ന് ഏറ്റവും സുന്ദരിയാവണം. ഇവിടുന്ന് നീ എങ്ങോട്ടും പോകരുത്." ഇത് കേട്ട് ഗുൽഷ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അവരെ നോക്കി. "എന്തുപറ്റി? എന്താന്ന് പറ." അവൾ മടിച്ചു പറയുന്നു. "അലക്സാന്ദ്ര ഇന്നലെ രാത്രി സുൽത്താൻ്റെ റൂമിൽ പോയിട്ട് ഇതുവരെ അവിടുന്ന് മടങ്ങിയിട്ടില്ല. അവൾ ഇപ്പോഴും സുൽത്താനോടൊപ്പമാണ്." ഇത് കേട്ട് മാഹിദേവ്രാൻ പെട്ടെന്ന് നെർവസായി. അവളുടെ കയ്യിലിരുന്ന അത്തർ ബോട്ടിൽ താഴെ വീണുപോയി. "എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ," മാഹിദേവ്രാൻ ഒച്ച വെച്ച് പറഞ്ഞു. ഗുൽഷ ഒഴിച്ച് ബാക്കി എല്ലാ പെണ്ണുങ്ങളും അവിടുന്ന് പുറത്തേക്ക് പോയി. "അയാൾക്ക് എന്നോട് എങ്ങനെ ഇത് ചെയ്യാനാവും?" മാഹിദേവ്രാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. സുലൈമാൻ്റെ ചേംബറിൽ അലക്സാന്ദ്ര അവൾക്കറിയാവുന്ന ഓരോ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു. സുലൈമാൻ അതൊക്കെ പറയുന്നു. അവർ അവിടെ എൻജോയ് ചെയ്യുകയായിരുന്നു. റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മാഹിദേവ്രാൻ സുൽത്താൻ്റെ അടുത്തേക്ക് ഖദീജ സുൽത്താന വരുന്നു. "എന്തുപറ്റി? എന്തിനാ കരയുന്നേ?" "ഞാനിവിടെ അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നു. പക്ഷെ ഇൻകാരം ആ റഷ്യൻ സ്ലേവിൻ്റെ കൂടെ ചേംബറിലിരിക്കുന്നു," മാഹിദേവ്രാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. "എൻ്റെ സഹോദരൻ ബാദിഷയാണ്. അദ്ദേഹത്തെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല." ഇത് കേട്ട് മാഹിദേവ്രാൻ കരയുന്നു. "മാഹിദേവ്രാൻ, നീയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സുൽത്താന, ഏറ്റവും പ്രിയപ്പെട്ടവൾ. ഇതുപോലെ പക്വതയില്ലാതെ പെരുമാറരുത്." പൊട്ടിക്കരയുന്ന മാഹിദേവ്രാനെ ഖദീജ സുൽത്താൻ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. സുൽത്താൻ സുലൈമാൻ അലക്സാന്ദ്രയോടൊപ്പം മതിമറന്നിരിക്കുകയായിരുന്നു. അയാൾ അവളുടെ അടുത്ത് ചെന്ന് അവളെ ഹുറം എന്ന് വിളിക്കുന്നു. "ഹുറം എന്നാൽ എന്താ?" "എന്ന് വെച്ചാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നവൾ. ഇന്നു മുതൽ നിന്റെ പേര് ഹുറം എന്നാണ്," എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. പിറ്റേ ദിവസം രാവിലെ മാഹിദേവ്രാൻ സുൽത്താന ഷേസാദ മുസ്തഫയെ ഒരുക്കുന്നു. കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ മുത്തം വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു. ഹെറത്തിലേക്ക് തിരിച്ചു വന്ന അലക്സാന്ദ്രയുടെ അടുത്തേക്ക് മരിയയും മറ്റു പെണ്ണുങ്ങളും ഓടി വന്ന് ചുറ്റും കൂടുന്നു. "അലക്സ്, എന്തുപറ്റി? എവിടെയായിരുന്നു 2 ദിവസം? എന്താ സുൽത്താൻ നിന്നെ വിടാഞ്ഞത്?" "ഞാൻ ഇനി മുതൽ അലക്സുമല്ല അലക്സാന്ദ്രയുമല്ല. എല്ലാവരും എന്നെ ഹുറം എന്ന് വിളിക്കണം. സുൽത്താൻ സുലൈമാൻ എനിക്ക് പുതിയതായി തന്ന പേരാണ്." മാഹിദേവ്രാൻ്റെ സഹായി ഗുൽഷ ഇത് കേൾക്കുന്നു. ഷേസാദ മുസ്തഫ ഇബ്രാഹിമിൻ്റെ അടുത്ത് പോയി പറയുന്നു. "ഇന്ന് നമ്മൾ സ്കൂളിൽ പോകുന്നില്ലേ?" "ഇല്ല, ഇന്ന് നമ്മൾ ഫ്രൈഡേ പ്രയറിനായി ഹാഗിയ സോഫിയ മസ്ജിദിൽ പോകുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവിടെ വരുന്ന ആളുകളുടെ പരാതികളും സന്തോഷവും എല്ലാം കേൾക്കും," ഇബ്രാഹിം പറഞ്ഞു. "ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ബാബ എന്നെ കൂടുതൽ സ്നേഹിക്കാനും എൻ്റെ കൂടെ കളിക്കാൻ കൂടുവാനും ബാബ ഹണ്ടിങ്ങിന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുവാനും." അത് കേട്ട് ഇബ്രാഹിം വാത്സല്യത്തോടെ അവൻ്റെ കയ്യിൽ മുത്തം വയ്ക്കുന്നു. അപ്പോഴേക്കും സുൽത്താൻ സുലൈമാൻ അവിടേക്ക് വന്നു. എല്ലാവരും അദ്ദേഹത്തെ കുമ്പിട്ടു. സുലൈമാൻ മുസ്തഫയെ തോളിൽ തട്ടിയിട്ട് കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. മോസ്കിലെത്തിയ സുൽത്താനെ ആളുകൾ കാത്തു നിന്നിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഒരു ഗാർഡ് പോയി അവർ കൊണ്ടുവന്ന അപേക്ഷകൾ കളക്ട് ചെയ്തു. ഇബ്രാഹിമും മുസ്തഫയും അത് നോക്കി നിന്നു. വാലിദ സുൽത്താന അവരുടെ മകൻ സുലൈമാൻ്റെ ഭാവി അറിയാനായി സുംബുലാഗയെ ഒരു ആസ്ട്രോളജറുടെ അടുത്തേക്ക് അയച്ചിരുന്നു. അയാൾ കൊടുത്തുവിട്ട ലെറ്ററുമായി സുംബുലാഗ വന്നു. അത് വായിച്ചു. ഓട്ടോമൻ എംപയറിലെ 10ാമത്തെ സുൽത്താനായ സുലൈമാന് വളരെ മഹത്തായൊരു ഭാവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണം ഏറെ നാൾ നീണ്ടു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏറെ നാടുകളും കടലും പിടിച്ചെടുത്ത് കീർത്തിയും പ്രതാപവും വർദ്ധിപ്പിക്കും." ഇത് കേട്ട വാലിദ സുൽത്താന സന്തോഷത്തോടെ തലയാട്ടുന്നു. ഹുറവും മരിയയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ദായ ഹാത്തൂമും സുംബുലാഗയും നിഗാർ കാഫയും കയറി വരുന്നു. "അലക്സ്, നിന്റെ സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്യ്. നിനക്ക് പുതിയ ചേംബർ ഒരുക്കിയിട്ടുണ്ട്." "എൻ്റെ പേര് അലക്സ് അല്ല, ഹുറം," അവൾ പറഞ്ഞു. അവർ തലയാട്ടി. അവർ ഒരു കിഴി നാണയങ്ങളും ഒരു മോതിരവും അവൾക്ക് കൊടുത്തു. "ഇത് നിനക്ക് തരാൻ സുൽത്താൻ സുലൈമാൻ കൊടുത്തുവിട്ടതാണ്." അവൾ സന്തോഷത്തോടെ അത് വാങ്ങുന്നു. "ദായ ഹാത്തുമിൻ്റെ കൈമുത്ത് അവർ നിനക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്ന് തന്നതല്ലേ?" നിഗാർ കാഫ പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. മറ്റു പെണ്ണുങ്ങൾ അവളെ അസൂയയോടെ നോക്കി നിന്നു. സുൽത്താൻ സുലൈമാൻ അലക്സാന്ദ്ര എന്ന പേര് മാറ്റി ഹുറം എന്നിട്ട കാര്യം ഗുൽഷ മാഹിദേവ്രാൻ സുൽത്താനയോട് പറഞ്ഞു. പല്ല് കടിച്ചുകൊണ്ട് മാഹിദേവ്രാൻ സുൽത്താന പറയുന്നു. "ഹുറം, അവളൊരു വിഷപ്പാമ്പാണ്."
നിഗാർ കാഫ ഹുറത്തിനെ അവളുടെ പുതിയ ചേംബറിലേക്ക് കൊണ്ടുവന്നു. ഹുറം സന്തോഷത്തോടെ തലയിണകൾ എടുത്തെറിഞ്ഞ് കളിക്കുന്നു. സുൽത്താൻ്റെ ഒരു ഫേവറേറ്റായ ആയിഷയും അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെപ്പോലെ പെരുമാറുന്നത് നിർത്തൂ. ഈ ചേംബറിലേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ നിനക്ക് എതിരാളികളും കൂടുതലായിരിക്കും. നിഗാർ ആയിഷയെ നോക്കി പറഞ്ഞു. ഇവിടെ കിടന്ന് വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. എന്നാൽ ഹുറ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു. നിഗാർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഷേസാദ മുസ്തഫ ഒരു പട്ടാളക്കാരനുമായി വാൾപ്പേറ്റ് കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ഗ്രാൻഡ് വിസിയർ പീരി മുഹമ്മദ് പാഷയും കൂടെയുണ്ടായിരുന്നു. ഇബ്രാഹിം അവിടേക്ക് അന്ന് കിട്ടിയ പരാതികളുമായി വന്നു. ഇപ്പോൾ അങ്ങേക്കിത് കേൾക്കാൻ സമയമുണ്ടാവുമോ? ഇബ്രാഹിം ചോദിച്ചു. ശരി, വായിക്കൂ. എന്താണ് ആളുകൾക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ഗലാട്ടയിലെ വ്യാപാരികൾ എഴുതുന്നു. ഞങ്ങൾ കോട്ടൺ വിൽക്കുന്നവരാണ്. ഞങ്ങളുടെ മേൽ ചുമത്തുന്നത് അധിക നികുതിയാണ്. ടാക്സ് നൽകുക എന്നത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾക്കറിയാം. വെനിറ്റിയൻസ് ഞങ്ങളുടെ അടുത്ത് നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് അതവർ പുറത്തു കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നു. ഞങ്ങൾക്ക് കുറഞ്ഞ ടാക്സാണ് അവർ തരുന്നതും. ഈ പ്രശ്നത്തിന് അങ്ങൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പീരിപ്പാഷ, കേട്ടോ, ഞാൻ നിങ്ങളോടിത് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഇനി മുതൽ വെനിറ്റിയൻസിൻ്റെ ടാക്സ് കൂട്ടി വാങ്ങണം. മെർച്ചൻസിൻ്റെ ടാക്സ് കുറയ്ക്കുകയും വേണം. ഞാൻ അങ്ങയുടെ ആജ്ഞ ചീഫ് ട്രഷററെ അറിയിക്കാം, പീരിപ്പാഷ പറഞ്ഞു. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ പാർഗലി? സുൽത്താൻ സുലൈമാൻ ചോദിച്ചു. പട്ടാളക്കാർക്കും കുതിരപ്പടയ്ക്കും യുദ്ധഭൂമിയിലേക്ക് പോകാൻ താൽപ്പര്യമുണ്ട്. അത് കേട്ട പീരിപ്പാഷ പറയുന്നു. കാൻബർലി ഗസേലിയെ കീഴ്പ്പെടുത്താൻ ഫറാദ് പാഷയുടെ നേതൃത്വത്തിൽ 7000 പട്ടാളക്കാർ ഇന്നലെ പോയതേയുള്ളൂ. ഇത് കേട്ട് സുൽത്താൻ സുലൈമാൻ ചിരിച്ചു. എന്നിട്ട് പറയുന്നു, എനിക്കൊരു വലിയ യുദ്ധത്തിനുള്ള പ്ലാനുണ്ട്. റോഡസ് എൻ്റെ ലക്ഷ്യമാണ്. എൻ്റെ പിതാവിനും ഗ്രാൻഡ് ഫാദറിനും സാധിക്കാത്തത് ഞാൻ നേടും. അതിനായി ക്യാനൻസും കപ്പൽപ്പടയും എല്ലാം ഒരുക്കണം. അത് കേട്ട് പീരിപ്പാഷ ഒന്നും പറയാതെ നിന്നു. വാലിദ സുൽത്താനയുടെ ചേംബറിൽ ഹദീജ സുൽത്താനയും ഗുൽഫാമും ഉണ്ടായിരുന്നു. അവിടേക്ക് മാഹിദേവ്രാൻ കയറി ചെല്ലുന്നു. അവരെ കുമ്പിട്ട് വണങ്ങുന്നു. വിഷമിച്ചു നിൽക്കുന്ന മാഹിദേവ്രാൻ സുൽത്താനയെ കണ്ടപ്പോൾ വാലിദ സുൽത്താന ചോദിക്കുന്നു, മുസ്തഫ എവിടെ? മുസ്തഫയെ രാവിലെ ഇബ്രാഹിം വന്ന് കൊണ്ടുപോയി. ഇന്ന് ഫ്രൈഡേ പ്രയറിന് പോകാനുള്ളതായിരുന്നില്ലേ? ഇബ്രാഹിം എന്ന് കേട്ടപ്പോൾ ഹദീജ സുൽത്താന മാഹിദേവ്രാൻ സുൽത്താനയെ നോക്കി. വാലിദ സുൽത്താന പറയുന്നു, മാഹിദേവ്രാൻ, നീ മുസ്തഫയുടെ കാര്യങ്ങൾ നന്നായി നോക്കണം. മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അവനായിരിക്കണം നിന്റെ സന്തോഷം. ഇന്ന് വൈകിട്ട് ഞാനൊരു ഗ്രാൻഡ് പാർട്ടി ഒരുക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷിക്കേ. എനിക്ക് ആരെയും വിഷമിക്കുന്നത് കാണണ്ട. ഹദീജ, നീ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ഒരുക്കണം. ശരി വാലിദ, ഞാൻ ദായ ഹാത്തൂമിനോട് പറയാം. ഞാൻ മുസ്തഫയെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മാഹിദേവ്രാൻ സുൽത്താന പോകാനൊരുങ്ങുന്നു. നിക്ക്, ഞാനും വരാം. ഹദീജ സുൽത്താന ചാടി എഴുന്നേറ്റു. എനിക്ക് ഇന്നത്തെ പാർട്ടിയിൽ ആരും വിഷമിച്ച് നിൽക്കുന്നത് കാണണ്ട. ചിരിച്ച മുഖത്തോടെ വേണം എല്ലാവരും വരാൻ. തീർച്ചയായും സുൽത്താന, മാഹിദേവ്രാൻ അവരെ കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഹദീജയുടെ പോക്ക് കണ്ട് ഗുൽഫം ചിരിച്ചുകൊണ്ട് നോക്കി. ഗാർഡനിൽ സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും മുസ്തഫയുടെ കളി നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നലെ നീ നന്നായി വയലിൻ വായിച്ചു. അത് കേട്ട് ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് തല കുമ്പിട്ടു. ഹുറത്തിനും നിന്റെ വയലിൻ വായന വളരെ ഇഷ്ടപ്പെട്ടു. അവൾ നിന്നെപ്പറ്റി ചോദിച്ചു. ഹുറം? അതെ, ഇനി മുതൽ അലക്സാന്ദ്രയില്ല, ഹുറം. ഞാൻ അവൾക്ക് ആ പേരിട്ടു. ഹുറം മീൻസ് ജോയ്ഫുൾ, ചിയർഫുൾ ആൻഡ് ബ്രൈറ്റ്. ഇബ്രാഹിം ചിരിച്ച് തലയാട്ടിക്കൊണ്ട് പറയുന്നു. അങ്ങ് അവൾക്കൊരു മനോഹരമായ കവിതാത്മകമായ പേരിട്ടിങ്കാരം. ഒരു പക്ഷേ അവൾ എന്നെ വീണ്ടും കവിതകൾ എഴുതാൻ പ്രേരിപ്പിക്കുമായിരിക്കും. എന്നിലെ മുഹിബിയെ അവൾ ഉണർത്തും, സുൽത്താൻ സുലൈമാൻ പറഞ്ഞു. മുഹിബിയുടെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ കൂട്ടുകാരാ, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം പുറത്തെടുത്തു. ഇനി അതൊരിക്കലും അകത്തേക്ക് കയറില്ല, ഇബ്രാഹിം പറഞ്ഞു. ഇത് കേട്ട് സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു, എൻ്റെ കൂട്ടുകാരാ, ഞാൻ എൻ്റെ ഹൃദയം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് നിന്റെ കയ്യിലാണുള്ളത്. ഇത് കേട്ട് ഇബ്രാഹിം സുലൈമാനെ നോക്കി ചിരിച്ചുകൊണ്ട് നന്ദിയോടെ കുമ്പിട്ടു. മുസ്തഫ കളിച്ച് കളിച്ച് ഒരു കാവൽക്കാരനെ താഴെ വീഴ്ത്തി. എന്നിട്ട് അയാളുടെ കഴുത്തിൽ വാൾ വെച്ചിട്ട് പറയുന്നു, എന്നോട് ക്ഷമ ചോദിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്റെ തലയെടുക്കും. എന്നോട് ക്ഷമിക്കൂ ഷഹസാദ, എന്നെ വെറുതെ വിടണം. മുസ്തഫ സുലൈമാനെ നോക്കിയിട്ട് പറയുന്നു, ബാബാ, ഞാൻ അങ്ങയുടെ പട്ടാളക്കാരനെ തോൽപ്പിച്ചു. പക്ഷെ നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ് അയാൾ വാളെടുത്ത് ഓടിച്ചെന്ന് അവനുമായി കളിക്കുന്നു. അപ്പോൾ മാഹിദേവ്രാൻ സുൽത്താനയും ഹദീജ സുൽത്താനയും അങ്ങോട്ടേക്ക് വരുന്നു.
ഖദീജ സുൽത്താൻ ഇബ്രാഹിമിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കുന്നു, മുസ്തഫ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചോ? ഇല്ല, ഒട്ടുമില്ല. മുസ്തഫ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ തരുന്നുള്ളൂ. അപ്പോഴേക്കും സുലൈമാൻ മുസ്തഫയെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. സുലൈമാൻ അവിടേക്ക് എത്തിയിട്ടും മാഹിദേവ്രാൻ അയാളെ നോക്കി ചിരിച്ചില്ല. വാ മുസ്തഫ, നമുക്ക് പോകാം. നിന്റെ ബാബയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും, മാഹിദേവ്രാൻ പറഞ്ഞു. ഇപ്പോൾ പൊക്കോ മുസ്തഫ, നമുക്ക് പിന്നെ കളിക്കാം. നീയും പൊക്കോ ഖദീജ, സുലൈമാൻ പറഞ്ഞു. അവർ പോകുന്നത് സുലൈമാൻ നോക്കി നിന്നപ്പോൾ മാഹിദേവ്രാൻ തിരിഞ്ഞു നോക്കി. സുലൈമാൻ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു. അവർ തമ്മിൽ മാനസികമായി അകലുകയായിരുന്നു. ഹെറത്തിൽ പാർട്ടിക്കുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയായിരുന്നു. ഹുറം മുകളിൽ നിന്നും നോക്കുമ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന മരിയ അവളെ താഴേക്ക് വിളിക്കുന്നു. ഹുറം, താഴെ വാ, ഇവിടെ നല്ല രസമുണ്ട്. അവൾ മരിയയെ നോക്കി തലയാട്ടിയിട്ട് അവിടെ തന്നെ നിന്നു. അവിടേക്ക് വാലിദ സുൽത്താനയും മാഹിദേവ്രാൻ സുൽത്താനയും മറ്റെല്ലാവരും വരുന്നു. ഹുറത്തിനെ കണ്ടതും മാഹിദേവ്രാൻ ദേഷ്യത്തോടെ നോക്കുന്നു. അവളെന്താ മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്നത്? നിപ്പ് കണ്ടാൽ തോന്നും അവളാണ് നമ്മളെ വിളിച്ചു വരുത്തിയതെന്ന്, മാഹിദേവ്രാൻ ഗുൽഷയോട് പറഞ്ഞു. അവളെ സുൽത്താൻ്റെ പ്രിയപ്പെട്ടവളുമാരുടെ റൂമിലേക്ക് മാറ്റി, ഗുൽഷ പറഞ്ഞു. അവളെ ഇങ്ങോട്ട് വിളിക്ക്, മാഹിദേവ്രാൻ പറഞ്ഞു. അയ്യോ, ഇവിടെ വാലിദ സുൽത്താനയുണ്ട്. എൻ്റെ സുൽത്താന, അവർ എന്തെങ്കിലും പറയും. നീ എന്നോട് എന്ത് ചെയ്യണമെന്ന് പറയണ്ട, ഞാൻ പറഞ്ഞത് ചെയ്യ്, ഗുൽഷ എണീറ്റ് പോയി വിളിച്ചു. അവിടെ വന്നിരുന്ന ഹുറത്തിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മാഹിദേവ്രാൻ പറയുന്നു, അലക്സാന്ദ്ര, നീ ഒരു നല്ല ഡാൻസറാണെന്ന് കേട്ടു. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്ക്. അവൾ എണീറ്റ് പോയി വാലിദ സുൽത്താനയുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. അലക്സാന്ദ്ര, നിന്റെ ഡാൻസ് നല്ല രസമുണ്ട്. ഹുറം, എൻ്റെ പേര് ഹുറം എന്നാണ്. സുൽത്താൻ സുലൈമാൻ എനിക്ക് ആ പേരിട്ടു, അവൾ ഉറക്കെ പറഞ്ഞു. അവളുടെ ദേഷ്യം കണ്ട വാലിദ സുൽത്താന പറയുന്നു, ഇവളെ കൊണ്ടുപോയി ജയിലിലിടൂ. ഇവളെ എനിക്കിനി ഇവിടെ കാണണ്ട. കാവൽക്കാർ വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി. ഇത് കണ്ട് മാഹിദേവ്രാൻ ചിരിച്ചു. ജയിലിലിട്ട ശേഷം സുംബുൽ വന്ന് പറയുന്നു, നീ ഇനി പഠിച്ചോളും. അവിടെ ഇരുട്ടത്ത് കിടന്ന് പേടി തോന്നിയപ്പോൾ ഞാൻ ഹുറമാണ്, പേടിക്കേണ്ട എന്ന് അവൾ സ്വയം പറയുന്നു. ഇബ്രാഹിം മാർക്കറ്റിൽ വന്ന് വ്യാപാരികളുമായി സംസാരിക്കുന്നു. ബിസിനസ്സൊക്കെ എങ്ങനെ പോണു? എല്ലാം ഓക്കെയാണ്. സുൽത്താൻ സുലൈമാൻ സോൾജിയേഴ്സിന് പൈസ കൊടുത്തതുകൊണ്ട് കിട്ടാനുള്ള പണമെല്ലാം തിരിച്ചു കിട്ടി. ഇബ്രാഹിം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ റൂഫിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അതാരാണ്? അയാളെന്താ അവിടെ ചെയ്യുന്നത്? അത് മാത്രാച്ചി നസ്വ. അയാളൊരു വിചിത്രമായ മനുഷ്യനാണ്. റൂഫിൻ്റെ മുകളിൽ കയറിയിരിക്കും, പലപ്പോഴും തലയും കുത്തി താഴെ വീഴും. എപ്പോഴും എന്തെങ്കിലും എഴുതുകയും വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അയാൾ ഒരിക്കൽ എന്ത് കണ്ടാലും പിന്നീട് അത് മറക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അയാൾ വിളിച്ചു പറയുന്നു, മാത്രാച്ചി, ഇറങ്ങി വാ, ഞങ്ങളോട് സംസാരിക്കേ. എനിക്ക് ദാഹിക്കുന്നു, താഴെ വന്നാൽ എനിക്ക് വെള്ളം വാങ്ങി തരുമോ? അവൻ സ്വന്തമായി ഒന്നും വാങ്ങിക്കില്ല, ഒരാൾ ഇബ്രാഹിമിനോട് പറഞ്ഞു. ഇബ്രാഹിം കൗതുകത്തോടെ അയാളെ നോക്കിയിട്ട് പറയുന്നു, അയാളോട് താഴെ വരാൻ പറ, ഞാൻ വാങ്ങിക്കൊടുക്കാം. വാ മാത്രാച്ചി. സാർ, താങ്കൾ എവിടുന്ന് വരുന്നു? കടക്കാരൻ ചോദിച്ചു. ഇബ്രാഹിം അത് കേൾക്കാത്ത പോലെ നിന്നു. സലാം മാത്രാച്ചി, സലാം. അവരെന്താ നിങ്ങളെ മാത്രാച്ചി എന്ന് വിളിക്കുന്നത്? ഞാൻ അവരെയെല്ലാം മാത്രാക്കിൽ തോൽപ്പിക്കും, എന്നിട്ട് അവരോട് കാശ് വാങ്ങും, അതാ. നീ കാശിനു വേണ്ടി കളിക്കുമോ? ഇല്ല, ഞാൻ പാട്ടിനൊപ്പം കളിക്കും, മാത്രാച്ചി കളിയായി പറഞ്ഞു. എനിക്ക് താങ്കളെ അറിയാം, താങ്കളുടെ ചിത്രം എൻ്റെ ബുക്കിലുണ്ട്. അതവിടെ നിൽക്കട്ടെ, എനിക്ക് നിന്റെ കൂടെ മാത്രാക്ക് കളിക്കണം. പക്ഷെ നീ കാശിനല്ലേ കളിക്കൂ? തീർച്ചയായും. പിന്നെ ഞാൻ കാശ് മുഴുവൻ വാങ്ങിക്കഴിഞ്ഞ് കരയാൻ നിൽക്കരുത്. ചിലപ്പോൾ ഞാനാണെങ്കിലോ നിന്റെ കാശ് മുഴുവൻ എടുക്കുന്നത്, ഇബ്രാഹിം പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം കടക്കാരനോട് പറയുന്നു, 2 ഷർട്ടിനുള്ള ബുർസ സിൽക്ക് എടുത്തോ. ഇത് കേട്ട് മാത്രാച്ചി ഇബ്രാഹിമിനെ അടിമുടിയൊന്ന് നോക്കുന്നു. ഇബ്രാഹിം മാത്രാച്ചി നസ്വ എഫൻഡിയെ സുൽത്താൻ സുലൈമാന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇദ്ദേഹം ഒരു മ്യൂറലിസ്റ്റും മാത്തമാറ്റീഷ്യനും മാത്രാക്ക് മാസ്റ്ററുമാണ്. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സുൽത്താൻ സുലൈമാൻ അയാളോട് ചോദിച്ചു. എന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ ഞാൻ തിരുത്തുമായിരുന്നു. എന്നാൽ നമുക്കൊരു കളി നോക്കാം, സുൽത്താൻ സുലൈമാൻ പറഞ്ഞു. പിന്നെ പണത്തിന് വേണ്ടി ഇയാൾ കളിക്കാറ്, ഇബ്രാഹിം പറഞ്ഞു. നീ സുൽത്താൻ്റെ പണവും കൊണ്ടുപോയി എല്ലാവരോടും പറഞ്ഞു നടക്കുമോ? ഇല്ല, തീർച്ചയായും ഇല്ല സുൽത്താൻ. കളി തുടങ്ങി. അവസാനിച്ചപ്പോൾ സുൽത്താൻ സുലൈമാൻ തന്നെ ജയിക്കുന്നു. ജയിലിൽ കിടക്കുന്ന ഹുറത്തിനെ കാണാൻ പലവട്ടം മാഹിദേവ്രാൻ വരുന്നുണ്ട്.
നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് നിന്നെ ഇറക്കാം. ഞാൻ ആരോടും മാപ്പ് ചോദിക്കില്ല. എനിക്ക് ആരെയും പേടിയുമില്ല. എന്നാൽ നിനക്കിനി പച്ചവെള്ളം പോലും തരില്ല എന്ന് പറഞ്ഞ് മാഹിദേവരാൻ പോകുന്നു. വെള്ളം പോലും കുടിക്കാതെ ജയിലിൽ 2 ദിവസമായി ഹുറം തളർന്നിരിക്കുകയായിരുന്നു. സുലൈമാൻ, നിങ്ങൾ എവിടെയാണ്? ഹുറം തനിയെ ചോദിക്കുന്നു. സുലൈമാൻ മുറിയിലിരിക്കുകയായിരുന്നു. അയാൾക്കും ഹുറത്തിനെ ഓർമ്മ വരുന്നു. സുലൈമാൻ സുംബുൽ ആഗിയോട് ഹുറത്തിനെ കൊണ്ടുവരാൻ പറയുന്നു. പേടിച്ച് സുംബുൽ പറയുന്നു, ഹുറം പണിഷ്മെൻ്റ് കിട്ടി ജയിലിൽ കിടക്കുകയാണ് ഇൻക്യാരം. എന്ത് പണിഷ്മെൻ്റ്? ആരാണ് അവളെ ശിക്ഷിച്ചത്? ആർക്കാണ് അതിനുള്ള ധൈര്യം? സുംബുൽ പേടിച്ച് പറയുന്നു. വാലിദ സുൽത്താന. എത്രയും പെട്ടെന്ന് അവളെ പുറത്തു കൊണ്ടുവാ, സുലൈമാൻ അലറിക്കൊണ്ട് പറയുന്നു. സുംബുൽ പേടിച്ച് വിറച്ച് ഓടി പുറത്തിറങ്ങി ഹുറത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. ഇൻക്യാരം നിന്നെ പുറത്തു വിട്ടു എന്ന് അവളോട് പറയുന്നു. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ ഇതൊന്നും അറിയാത്തത്? എനിക്ക് ഹെറത്തിലേക്ക് കടക്കാൻ അനുവാദമില്ല ഇൻക്യാരം. പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയും? സ്ത്രീകൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടന്ന് കാണും, ഇബ്രാഹിം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ഈ സീൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പ്രധാന സഹായിയായിരിക്കെ ഇതെല്ലാം നീ അറിയണം. അറിയാത്തത് നിന്റെ തെറ്റാണ് ഇബ്രാഹിം. ഇബ്രാഹിം തലകുലുക്കി. ഹുറം റൂമിൽ തളർന്നു കിടക്കുകയായിരുന്നു. നിഗാർ കാഫയും ആയിഷ ഹാത്തും അവളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ സുൽത്താൻ സുലൈമാൻ അവിടേക്ക് കയറി വരുന്നു. ഹുറം, എന്തു പറ്റി? സുൽത്താൻ സുലൈമാൻ അവളുടെ അടുത്ത് വന്നിരുന്ന സ്നേഹത്തോടെ ചോദിച്ചു. അവൾ തളർന്നു കിടന്നു. വേഗം ഫിസിഷ്യനെ വിളിക്ക്, ഇവൾക്ക് വേണ്ട വെള്ളവും ആഹാരവും കൊണ്ടുവാ, സുലൈമാൻ നിഗാർ കാഫിയോട് പറഞ്ഞു. മാഹിദേവറാൻ സുൽത്താന രാവിലെ എണീറ്റ് സന്തോഷത്തോടെ കണ്ണാടിയിൽ നോക്കി അണിഞ്ഞൊരുങ്ങുന്നു. ഇന്നലെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ ഉറങ്ങി. ഗുൽഷ ഹുറം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ മാഹിദേവരൻ അലറിക്കൊണ്ട് പറയുന്നു. ഹുറം, ആ പേരിവിടെ പറയണ്ട. വാലിദ സുൽത്താന ഷേസാദ മുസ്തഫയ്ക്ക് ഫുഡ് വാരി കൊടുത്തിട്ട് പറയുന്നു. ഇതുകൂടി കഴിക്കൂ, എന്നാലേ നീ സ്ട്രോങ് ആവൂ. എൻ്റെ വയറ് നിറഞ്ഞു, എനിക്ക് ബാബയെ കാണാൻ പോണം. ബാബ ഇങ്ങോട്ട് വരും, വന്നില്ലെങ്കിലോ? മുസ്തഫ ചോദിച്ചു. ഇബ്രാഹിം സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് കയറി വരുന്നു. പറയൂ ഇബ്രാഹിം, ഇന്ന് എന്താണ് ചെയ്യാനുള്ളത്? ചീഫ് ട്രഷററും പീരി പാഷയും പുതിയ ടാക്സ് ലോ അവതരിപ്പിക്കും. ശരി, നല്ലത്. ഇന്ന് ഉച്ചയ്ക്ക് പോളിഷ് അംബാസഡർ വിസിറ്റ് ചെയ്യും. പിന്നെ 3 പേർ കൂടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താ? വേറെ ഹുറം ഹാത്തും ബെറ്ററായി വരുന്നുണ്ട്. ഞാൻ അത് അന്വേഷിക്കുന്നുണ്ട്. സുൽത്താൻ സുലൈമാൻ എണീക്കുന്നു. വാലിദ സുൽത്താനയെ കാണാൻ പോവുകയാണോ? ഇബ്രാഹിം ചോദിച്ചു. വരൂ ഇബ്രാഹിം, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാലിദ സുൽത്താന സുൽത്താൻ സുലൈമാനെ കാത്തിരിക്കുകയായിരുന്നു. അവർ ക്ഷമ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഷേസാദ് മുസ്തഫ അവരെ അനുകരിച്ച് പിറകെ നടന്നു. ദായ ഹാത്തും കയറി വന്ന് കുമ്പിട്ടുകൊണ്ട് ചോദിക്കുന്നു, ഹെറത്തിലെ ട്രഷറി ബുക്ക് പരിശോധിക്കാൻ സമയമുണ്ടാവുമോ? പിന്നീട് നോക്കാം ദായ. ദായ ഹാത്തും അവരുടെ അടുത്തേക്ക് ചെന്ന് ശബ്ദം താഴ്ത്തി പറയുന്നു. ആ പെണ്ണിനെ ജയിലിലിട്ടത് ഇന്നലെ ഇൻക്യാരം അറിഞ്ഞു. സുംബുലിനോട് അവളെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. വാലിദ സുൽത്താൻ തലയാട്ടിക്കൊണ്ട് പറയുന്നു. അപ്പോൾ എൻ്റെ മകൻ എന്നെ പണിഷ് ചെയ്യുകയാണ്. ഹുറത്തിനെ ആയിഷ പരിചരിക്കുന്നു. മരിയ അടുത്ത് വന്നിരുന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൽ ഭയങ്കര ഇരുട്ടായിരുന്നല്ലേ? നിനക്ക് പേടിയായോ? ഇല്ല. ഈ റൂം കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് നിന്നോടൊപ്പം ഇതിൽ താമസിക്കണം. അപ്പോഴേക്കും നിഗാർ വന്ന് മരിയയോട് താഴെ പോയി ക്ലീൻ ചെയ്യാൻ പറയുന്നു. മരിയയ്ക്ക് ഇവിടെ നിന്നൂടെ? ഹുറം നിഗാറിനോട് ചോദിച്ചു. ഇല്ല, നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് നിഗാർ പോകുന്നു. സുലൈമാൻ കൗൺസിൽ മീറ്റിംഗിൽ ഇരിക്കുന്നു. ഓരോരുത്തർ അയാൾക്ക് മുന്നിൽ ഓരോ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നു. എന്നാൽ സുലൈമാൻ അത്ര സന്തോഷവാനായി കാണപ്പെട്ടില്ല. തൻ്റെ ചേംബറിലേക്ക് എത്തിയ സുലൈമാൻ ഹുറത്തിനെ വിളിപ്പിക്കുന്നു. അവൾ എത്തിയപ്പോൾ അവളെ സ്നേഹത്തോടെ ഉമ്മ വെച്ചിട്ട് കണ്ണുകെട്ടി അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അയാളുണ്ടാക്കിയ മനോഹരമായ പച്ച മരതക മോതിരം അവൾക്ക് സമ്മാനിക്കുന്നു.